Good evening, students. Today we shall study another poem, Sunrise on the Hills by H.W Longfellow. Longfellow was an American poet, translator, and professor at Harvard University. During his lifetime, he was considered the best of all American poets, and his work was widely translated and published in various other languages. The poem Sunrise on the Hills presents the experience of the poet as he watches the sunrise amidst the hills. അമേരിക്കൻ എഴുത്തുകാരനായ H.W ലോങ്ഫെല്ലോ മലമുകളിലെ സൂര്യോദയം എന്ന തൻ്റെ കവിതയിലൂടെ താനൊരു മലമുകളിൽ നിന്ന് സൂര്യോദയം ദർശിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വില്യം വേർഡ്സ്വർത്തിനെ പോലെ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കാൻ കഴിവുള്ള മറ്റൊരു പ്രശസ്ത എഴുത്തുകാരൻ ആണ്, അല്ലെങ്കിൽ കവിയാണ് H.W ലോങ്ഫെല്ലോ. പേജ് നമ്പർ 75. Sunrise on the Hills. I stood up on the hills when heaven's wide arch was glorious with the sun's returning march. The poet is standing on the hills to enjoy the beauty of the nature, or he is there to see the sunrise. There he see the heavens wide arch was glorious with the sun's returning march. ഇപ്പോൾ കവി മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ സൂര്യൻ്റെ മടക്കയാത്ര, റിട്ടേണിംഗ് മാർച്ച് പ്രശോഭിതമായ ആകാശത്തിൻ്റെ വിശാലമായ കവാടമാണ് അദ്ദേഹം കാണുന്നത്. ഹെവൻസ് വൈഡ് ആർച്ച്, വിശാലമായ കവാടം. ഇപ്പോൾ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ കിഴക്കൻ ചക്രവാളം നമുക്ക് കാണാം, വലിയൊരു കവാടം പോലെ ആകാശം ഇങ്ങനെ പ്രകാശമാനമായി നിൽക്കുകയാണ്. ആൻഡ് വുഡ്സ് വെയർ ബ്രൈറ്റൻ ആൻഡ് സോഫ്റ്റ് ഗെയിൽസ് വെൻ ഫോർ ടു കിസ് ദ സൺ ക്ലൗഡ് വെയിൽസ്. ഇപ്പം മരങ്ങൾ അല്ലെങ്കിൽ വനങ്ങളൊക്കെ പ്രശോഭിതമാവുകയാണ്. അതുപോലെ ഒരു സോഫ്റ്റ് വിൻഡ് വെൻ ഫോർ ടു കിസ് ദ സൺ ക്ലൗഡ് വെയിൽസ് വിൻസ് വാലി. ഇപ്പോൾ സൂര്യൻ്റെ പ്രഭയിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ സൂര്യരശ്മികളേറ്റ് പ്രകാശം പൂർണ്ണമായി വരുന്ന താഴ്വാരങ്ങളെ തഴുകിക്കൊണ്ട് ഒരു മന്ദമാരുതൻ കടന്നു വരികയാണ്. ദ ക്ലൗഡ്സ് വെയർ ഫാർ ബിനീത്ത് മീ bathed in light. They gathered midway around the wooded height, and in their fading glory shone like horse in battle overthrown. ഇപ്പോൾ ക്ലൗഡ്സ് അല്ലെങ്കിൽ കാർമേഘങ്ങൾ അദ്ദേഹം നിൽക്കുന്നതിന് വളരെ താഴെ കൂടി പോകുന്നതായിട്ട് അദ്ദേഹം കാണുകയാണ്. കാരണം അദ്ദേഹം വലിയ ഒരു മലയുടെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ താഴെയുള്ള താഴ്വാരം എങ്ങനെയാണ് പ്രകാശത്തിൽ അല്ലെങ്കിൽ സൂര്യരശ്മികളായിട്ട് ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ്. bathed in light. They gathered midway around the wooded height. ഒപ്പം ഈ കാർമേഘങ്ങളും താഴ്വാരത്തോടൊപ്പം താഴ്വാരത്തിന് മുകളിലൂടെ, വനങ്ങൾക്ക് മുകളിലൂടെ പോകുന്ന ഈ കാർമേഘങ്ങൾ സൂര്യൻ്റെ പ്രഭയേറ്റ് അവയുടെ ശോഭ മങ്ങുകയാണ്. അപ്പോൾ they gathered midway around the wooded height, and in their fading glory shone like horse in battle overthrown. Now the glory and shyness, the glory fades, the glory of the clouds fades, and they are seemed like soldiers defeated in a battle. ഇപ്പോൾ ഒരു യുദ്ധത്തിൽ പരാജിതരായ പട്ടാളക്കാരെ പോലെയാണ് ഇപ്പോൾ ഈ കാർമേഘങ്ങളെ കവിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. As been a pinnacle with the shifting lands through the grey mist thrust up its shattered lands. ഇപ്പോൾ ഒരുപാട് മുകളിൽ നോക്കുമ്പോൾ താഴെ ഒരുപാട് ചെറിയ മലകൾ മുകളിലേക്ക് പോയിൻറ്റഡ് പീക്കുമായി നിൽക്കുന്നത് കാണാം. അപ്പോൾ അവയുടെ ഈ പോയിൻറ്റിൽ തട്ടി മിസ്റ്റ് സൈഡിലൂടെ തെറിച്ച് പോവുകയാണ്. അല്ലെങ്കിൽ ഈ മിസ്റ്റിനിടയിലൂടെ തുളച്ച് കയറി നിൽക്കുന്ന അമ്പുകൾ പോലെയാണ് ഇപ്പോൾ കവിക്ക് ഈ മലകളുടെ അല്ലെങ്കിൽ ഗിരിശൃംഗങ്ങളുടെ ടോപ്പ് ഇദ്ദേഹത്തിന് കാണുന്നത്. ആൻഡ് റോക്കിംഗ് ഓൺ ദ ക്ലിഫ് വാസ് ലെഫ്റ്റ്. റോക്കിംഗ് മീൻസ് ചാഞ്ചാട്ടമാണ്. അപ്പം ക്ലിഫ് എന്താണ്? ഈ വലിയ മലയുടെ സൈഡ്, താഴ്വാരം അല്ലെങ്കിൽ അതിൻ്റെ ആ ചെങ്കുത്തായ പാറ കെട്ടുകൾ സൈഡാണ്. അപ്പോൾ അവിടെ തട്ടി ഇവയുടെ ഈ ചാഞ്ചാട്ടം ഇങ്ങനെ ചെതറിപ്പോവുകയാണ് ഈ കാർമേഘങ്ങൾ. The dark pine plastered, bare and cleft, the veil of cloud was lifted,
And below glowed the rich valley, and the river's flow was darkened by the forest shade. അതുപോലെ ഇരുണ്ട പൈൻ മരങ്ങൾ ഇങ്ങനെ തകരുകയാണ്, അല്ലെ? അവ ഇങ്ങനെ തിളങ്ങി, അതിൻ്റെ അതിന് ശേഷം മരങ്ങളിങ്ങനെ കീഴോട്ട് കുമ്പിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ വിടവിലൂടെ ആ ശൂന്യതയുടെ വിടവ് നികത്തിക്കൊണ്ട് the veil of the cloud was lifted and below glowed the rich valley. അപ്പോൾ ഈ സൂര്യരശ്മികളേറ്റ് ഈ പൈൻ മരങ്ങൾ അങ്ങനെ തിളങ്ങുന്നു. ഒപ്പം കാർമേഘങ്ങൾ ഇങ്ങനെ തെന്നി മാറിയപ്പോൾ അതിൻ്റെ വിടവിലൂടെ താഴെ താഴ്വാരം അല്ലെങ്കിൽ ഒരു വലിയ മനോഹരമായ റിച്ച് വാലി തെളിഞ്ഞ് കവിക്കപ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഗ്ലോവ്ഡ് ദ റിച്ച് വാലി, അഴി താഴ്വാരം. ആൻഡ് ദ റിവേഴ്സ് ഫ്ലോ വാസ് ഡാർക്കൻ ബൈ ദ ഫോറസ്റ്റ് ഷെയ്ഡ്. താഴ്വാരത്തിലൂടെ ഒരു നദി ഒഴുകുന്നു. നദിയുടെ ഒഴുക്ക്, അല്ലേ, അതിനെ ഡാർക്കൻ ചെയ്തുകൊണ്ട് ഫോറസ്റ്റിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഈ നദിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരത്തിൻ്റെ ഷെയ്ഡാണ്. അപ്പോൾ ആ ഷെയ്ഡിൻ്റെ അടിയിലൂടെയാണ് ജലം നദി ഒഴുകുന്നത്. അപ്പോൾ അവിടെ ഒരു ഇരുളിമയാണ്, ഡാർക്ക്നെസ് അവിടെ ഫീൽ ചെയ്യാം. ഓർ ഗ്ലിസൻഡ് ഇൻ ദ വൈറ്റ് കാസ്കേഡ്. കാസ്കേഡ് മീൻസ് ജലപാതങ്ങളാണ്. ചില സ്ഥലങ്ങളിൽ ഈ ഫോറസ്റ്റോടെ ഒഴുകുന്ന പുഴയുടെ ജലം വലിയ പാറക്കെട്ടുകളുടെ താഴേക്ക് പതിക്കുന്നുണ്ട്, ജലപാതം, കാസ്കേഡ്. ആൻഡ് ദേ ആർ ഗ്ലിസൺ. ഗ്ലിസൺ മീൻസ് ഇങ്ങനെ ഷൈൻ ചെയ്യണം. ഗ്ലിസൺ ഇൻ ദ വൈറ്റ് കാസ്കേഡ്. അപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ ഷെയ്ഡിൽ ചില ഭാഗങ്ങളിൽ ഈ പാറക്കെട്ടുകൾ താഴേക്ക് വീഴുന്ന വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ആ ജലപാതത്തിൻ്റെ തിളക്കത്താൽ ഈ ഇരുണ്ട ഫോറസ്റ്റിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വെട്ടിത്തിളങ്ങുന്നത് കാണാം. അവർ ഗ്ലിസൻഡ് ഇൻ ദ വൈറ്റ് കാസ്കേഡ്. Where upward in the mellow blush of day, the noisy bittern wheeled his spiral way. അപ്പോൾ ഈ ദിനത്തിൻ്റെ മൃദുല ശോഭയിൽ ഒരു നോയ്സി ബിറ്റൺ, ഒരു സ്മോൾ ബേർഡാണ്, നോയ്സി ബേർഡാണ്. ദാറ്റ് വീൽഡ് ഹിസ് സ്പൈറൽ വേ. സ്പൈറൽ വേ മീൻസ് ഇങ്ങനെ ചക്രത്തിൻ്റെ രൂപത്തിൽ സ്പൈറൽ ഇങ്ങനെ കറങ്ങി കറങ്ങി മുകളിലേക്ക് വരുന്നു. അപ്പോൾ ആ മനോഹരമായ പ്രശോഭിതമായ മൃദുശോഭയിൽ നിൽക്കുന്ന ആ ദിനത്തിൻ്റെ ആ ശോഭയുടെ ആ ദിനത്തിൻ്റെ ഭംഗി കൂട്ടിക്കൊണ്ട് എന്താണ്, ഒരു ചക്ര രൂപത്തിൽ കറങ്ങി കറങ്ങി ഒരു ചെറിയ പക്ഷി മുകളിലേക്ക് പറന്നു വരികയാണ്. മനസ്സിലായില്ലേ? ഐ ഹേർഡ് ദ ഡിസ്റ്റൻറ്റ് വാട്ടേഴ്സ് ഡാഷ്, ഐ സോ ദ കറൻറ്റ് വേൾ ആൻഡ് ഫ്ലാഷ്, ആൻഡ് റിച്ച്ലി ബൈ ദ ബ്ലൂ ലേക്സ് സിൽവർ ബീച്ച്, ദ വുഡ്സ് വെയർ ബെൻഡിങ് വിത്ത് എ സൈലൻറ്റ് റീച്ച്. അങ്ങ് ദൂരെ ഒരു ജലപാതത്തിൻ്റെ താഴേക്ക് വീഴുന്ന, ഡാഷ് ചെയ്യുന്ന, വാട്ടേഴ്സ് ഡാഷ്, ജലപാതത്തിൻ്റെ വീഴ്ചയുടെ ശബ്ദം എനിക്ക് കേൾക്കാം. ഐ സോ ദ കറൻറ്റ് വേൾ ആൻഡ് ഫ്ലാഷ്. കറണ്ട് എന്നാണ് ജലപ്രവാഹത്തിൻ്റെ വേൾ, അതിൻ്റെ ഷൈനിങ്ങും അതിൻ്റെ ഫാളിങ്ങും ഒക്കെ എനിക്ക് കാണാം. ദൂരെ നിന്ന് മലമുകളിൽ നിന്ന് കവിക്ക് ഇതെല്ലാം കാണാം, പ്രകൃതിയുടെ ആ ഭംഗിയൊക്കെ കാണാം. ആൻഡ് റിച്ച്ലി ബൈ ദ ബ്ലൂ ലേക്ക് സിൽവർ ബീച്ച്, ദ വുഡ്സ് വെയർ ബെൻഡിങ് വിത്ത് എ സൈലൻറ്റ് റീച്ച്. അപ്പോൾ ഈ നീല തടാകം എന്ന് എന്താണ്? വെള്ളത്തിൻ്റെ കളറ്, ഒരു നീല കളർ, നല്ല പ്രശോഭിതമായ ആ തടാകത്തിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ജലത്തിൻ്റെ മുകളിലേക്ക് വുഡ്സ് ഇങ്ങനെ ബെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ മരങ്ങൾ അങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുകയാണ് വളരെ സൈലൻ്റായിട്ട്. വളരെ പ്രശോഭിതമായ ആ ഒരു സിൽവർ ബീച്ച് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായ ആ ഒരു ലേക്കിൻ്റെ ബീച്ച്, അവിടെ മരങ്ങൾ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുകയാണ്. Then over the vale with the gentle swell, the music of the village bell. Over the vale means valley. The gentle swell means വിങ്ങലാണ്. സ്വെല്ലിങ് മീൻസ് ഒരു വീർക്കൽ എന്നൊക്കെയുള്ള അർത്ഥം. അപ്പോൾ ഈ താഴ്വാരത്തിൻ്റെ ആ ഒരു ജെൻ്റൽ സ്വെല്ലിൽ അതിങ്ങനെ പ്രഭാതമാണ്, ഇങ്ങനെ ഒരു വലിയ ശബ്ദമൊന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ദെൻ ദ മ്യൂസിക് ഓഫ് ദ വില്ലേജ് ബെൽ. അങ്ങനെ വലിയ ശബ്ദമില്ലാതെ നിന്ന ആ താഴ്വാരത്തിൽ പെട്ടെന്ന് വില്ലേജ് ബെല്ലിൻ്റെ ശബ്ദം ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ്. ആ താഴ്വാരത്തിലൂടെ ഇങ്ങനെ പ്രകമ്പനം കൊള്ളുകയാണ്. കെയിം സ്വീറ്റ്ലി ടു ദ എക്കോ ഗിവിംഗ് ഹിൽസ് ആൻഡ് ദ വൈൽഡ് ഹോൺ ഹൂസ് വോയിസ് ദ വുഡ്ലാൻഡ് ഫീൽസ്. അപ്പോൾ ഈ മണിയുടെ ശബ്ദം, ഈ വില്ലേജ് ബെല്ല് ഒരുപക്ഷെ ഒരു അമ്പലത്തിൽ നിന്നോ പള്ളിയിൽ നിന്നോ ഒക്കെ ആവാം. ഈ പ്രഭാതത്തിലെ ആ മണി മുഴക്കമാണ്. ആ മുഴക്കം എന്താണ്?
കെയിം സ്വീറ്റ്ലി ടു ദ എക്കോ ഗെയിം. അത് അതിൻ്റെ മലയുടെ ആ താഴ്വാരത്തിൽ മലയിൽ തട്ടി അതിൻ്റെ ശബ്ദം ഇങ്ങനെ സ്വീറ്റായിട്ട് ഇങ്ങനെ എക്കോ അടിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ തരംഗങ്ങളിങ്ങനെ അവിടെ പ്രകമ്പനം കൊണ്ട് നിൽക്കുമ്പോഴേ നിൽക്കുകയാണ്. അപ്പം ഒരു മണിയടിച്ചാലും അതിൻ്റെ മുഴക്കം ഇങ്ങനെ മലകളിൽ തട്ടി പ്രതിധ്വനിക്കുകയാണ്. ആൻഡ് ദ വൈൽഡ് ഹോൺ, ഹോൺ എന്താണ്? ഒരു മൂങ്ങയാണ്. whose voice the woodland fields was ringing to the merry shout. Then the poet hears the merry sound of a wild horn that fills the woodland. ആ വനത്തെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മൂങ്ങയുടെ മുരളുന്ന ശബ്ദം കേൾക്കുകയാണ്. That faint and far the glen sent out. ആ മൂങ്ങയുടെ ശബ്ദം ആ താഴ്വാരത്തിലും മെല്ലെ ഫെയിൻ്റ് ആവണമെങ്കിൽ അതിങ്ങനെ ശബ്ദം ഇല്ലാണ്ടായി. ആൻഡ് ഫാർ ദ ഗ്ലെൻ സെൻറ്റർ, ഗ്ലെൻ മീൻസ് വാലീസ്, അദ്ദേഹം ദൂരേക്ക് ആ ശബ്ദത്തെ പറഞ്ഞു പിടിക്കുകയാണ്. വേർ ആൻസറിങ് ടു ദ സഡൻ ഷോട്ട് തിൻ സ്മോക്ക് ത്രൂ തിക്ക് ലീവ്ഡ് ബ്രാഞ്ചസ് ഫ്രം ദ ഡിങ്കിൾ ബ്രോക്ക്. ഈ സൂര്യൻ്റെ ഉദിച്ചുയരുന്ന സൂര്യൻ ഉദിച്ചുയരുകയാണ്. അതിന് മറുപടി എന്നോണം താഴ്വാരത്ത് നിന്ന് ഒരു ഈ ഡീപ്പ് വുഡഡ് ഫോറസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ ആ താഴ്വാരത്തു നിന്നും ഒരു തിൻ സ്മോക്ക് ഉയർന്നു വരികയാണ്. തിൻ സ്മോക്ക് ത്രൂ തിക്ക് ലീവ്ഡ് ബ്രാഞ്ചസ് ഫ്രം ദ ഡിങ്കിൾ ബ്രോക്ക്. ഡിങ്കിൾ ബ്രോക്ക് മീൻസ് നാരോ വാലി. ഈ നാരോ വാലിയിലെ ഈ ഇടതൂർന്ന മരങ്ങളുടെ ഇടയിൽ നിന്നും സാവധാനം എന്താണ് ഒരു തിൻ സ്മോക്ക് ഉയർന്നു വരികയാണ്. മനസ്സിലായില്ലേ? If thou art worn and hard beset with sorrow that thou wouldst forget, if thou wouldst read a lesson that will keep thy heart from fainting and thy soul from sleep, go to the woods and hills, no tears dim the sweet look that nature wears. If thou art, thou means you are worn means weak and hard beset, or you are affected with something in a harmful way. അപ്പോൾ if you are weak and grief stricken, നിങ്ങൾ ഇപ്പോൾ ക്ഷീണിതനും അതുപോലെ ദുഃഖിതനുമാണെങ്കിൽ, വിത്ത് സോറോസ് ദാറ്റ് thou wouldst sorry, മറക്കാൻ പറ്റാത്ത ദുഃഖങ്ങളുമായി നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ, if thou wouldst read a lesson, or if you are unable to read a lesson that will keep thy heart from fainting. If the book is unable to give you happiness, or thy heart from fainting, fainting means നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിൽ നിന്നും ആ ബുക്ക് പരാജയപ്പെടുകയാണെങ്കിൽ, ആൻഡ് thy soul from sleep, നിങ്ങൾ ആത്മാവിനെ ഉണർത്താനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുഷിപ്പിൽ നിന്നും നിങ്ങളെ ഉത്തേജിപ്പിക്കാനായിട്ട് നിങ്ങൾ വായിക്കുന്ന പുസ്തകത്തിന് സാധിക്കുന്നില്ലെങ്കിൽ, go to the woods and hills, no tears dim the sweet look that nature wears. അപ്പോൾ നിങ്ങൾ ദുഃഖിതനും അവശനും അതുപോലെ മറക്കാൻ പറ്റാത്ത വേദനകളോടുകൂടി നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ, അല്ല നിങ്ങളൊരു പുസ്തകം വായിച്ചുകൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങൾ മറക്കാനായിട്ട് പുസ്തകം വായിക്കുമ്പോൾ അത് നിങ്ങളെ ഉത്തേജിപ്പിക്കുകയോ നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തുകയോ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഗോ ടു ദ വൂഡ്സ്, നിങ്ങൾ വനങ്ങളിലേക്ക് പോവുക, അല്ലെങ്കിൽ മലകളിലേക്ക് പോവുക. നോ ടീയേഴ്സ് ഡിം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വെയേഴ്സ്. ഇപ്പോൾ പ്രകൃതി അവിടെ ഒരുക്കിയിരിക്കുന്ന മനോഹരമായ കാഴ്ചകൾ നിങ്ങളുടെ മനസ്സിനെ മടുപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ അത് ഉത്തേജിപ്പിക്കും, നിങ്ങളുടെ മനസ്സിനത് ഉണർവ് പകരുന്നതാണ്. സോ ദ പോയറ്റ് asks us to go to the woods to enjoy the beauty of nature. If you are grief stricken, if you are unable to forget your sorrows, your griefs, don't worry, you can go to the forest. And also in the first two sections of the poem, the poet gives the beauty of the nature and the scenes he see there. അവിടെ കാണുന്ന കാഴ്ചകളും പ്രകൃതിയുടെ സൗന്ദര്യവുമാണ് ആദ്യത്തെ രണ്ടിൽ. മൂന്നാമത്തെ കവി പറയുന്നത്, നിങ്ങൾ ദുഃഖിതനാണെങ്കിൽ ഒന്നും ഭയക്കേണ്ട, നിങ്ങൾ പ്രകൃതിയിലേക്ക് മടങ്ങുക, അല്ലെങ്കിൽ നിങ്ങളൊരു വനത്തിലേക്ക് പോവുക, ഒരു മലയിലേക്ക് പോവുക. അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ കുളിർപ്പിക്കുന്ന ഒത്തിരി
നല്ല കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര ദുഃഖമുണ്ടെങ്കിലും നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമ്മളുടെ ദുഃഖങ്ങൾ മറക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് കവി പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ 3 തരത്തിലുള്ള ഇമേജറീസ് ഉണ്ട്. വിഷ്വൽ ഇമേജറി, ഓഡിറ്ററി ഇമേജറി ആൻഡ് കൈനസ്തെറ്റിക് ഇമേജറി. വിഷ്വൽ ഇമേജറി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഇമേജസാണ്. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത്. കൈനസ്തെറ്റിക് ഇമേജറി എന്ന് പറഞ്ഞാൽ മൂവ്മെൻ്റാണ്. സെൻസ് ഓഫ് മൂവ്മെൻറ്റ് ഫ്രം എ ഫോം എ ടൈപ്പ് ഓഫ് ഇമേജറി. അതും അങ്ങനെ ഇമേജറീസ് അല്ലെങ്കിൽ ഇമേജസ് നമ്മുടെ മനസ്സിൽ നമ്മൾ ചില ഒരു ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ തരികയാണ് അല്ലേ? ഇവിടെ ഏതൊക്കെയാണ് ഇമേജറീസ്? ഇവിടെ ഇമേജറീസ് എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഇമേജറി. വിഷ്വൽ ഇമേജറി മീൻസ് ദ ഗ്ലോയിങ് ഓഫ് ദ റിച്ച് വാലി, വാലിയുടെ ആ തിളക്കം അല്ലേ? ദെൻ വൈറ്റ് കാസ്കേഡ്, ദ ബിറ്റൺ വീലിംഗ് ഹി സ്പൈറൽ വേ. ഇതൊക്കെ നമുക്കെന്താണ് നമുക്ക് കാണാവുന്നതാണ് അല്ലേ? വിഷ്വൽ ഇമേജസാണ്. ദെൻ ഇനി സൗണ്ട് ആയിട്ടുള്ള സൗണ്ട് ഇമേജറീസ് അല്ലെങ്കിൽ ഓഡിറ്ററി ഇമേജസ് ആണ്. ദേ ആർ distant waters, blasting of the dark pine, the noisy bittern, the music of the village bell, the merry shout of the wild horn. Okay. Then kinesthetic imageries ആണ്. ഏതൊക്കെയാണ്? Sun's returning march, clouds going forth to kiss, bending of the wood. ഇതൊക്കെയാണ് അല്ലേ? ഇതൊക്കെ കൈനസ്തെറ്റിക് ഇമേജറീസാണ്. ഓക്കെ. ഇനി പോയറ്റ് ഇതിനെക്കുറിച്ചൊരു അപ്രീസിയേഷൻ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ബേസ്ഡ് ഓൺ ദ അബൗട്ട് ഡിസ്കഷൻ പ്രിപ്പയർ ആൻ അപ്രീസിയേഷൻ ഓഫ് ദ പോയം. അപ്രീസിയേഷൻ നമുക്കിങ്ങനെ എഴുതാം. H.W Longfellow is at his best by providing certain imageries apt to his narration. The poem affirms the delightful aspect of travel. In the modern world, only a few people are blessed with the chance to enjoy the beauty of nature. Others have been tied up to the cobweb of day-to-day activities. As a result, true enjoyment of nature remains as a dream for them. There exists a friendship between man and nature. Man is a part of nature without which man has no existence. Nature must last up to the end. Any breaking will cause disaster. The poet stands upon the hills to enjoy the beautiful scenery. It is depicted in the first stanza. He sees the horizon as an arch. It is bright due to the sunlight of the morning sun. For the poet, woods seem to have a peculiar charm of its own, and he is in a mood of wild excitement. The evening is merry, and thus he feels that it is joyous at its fullest sense. There is soft wind. It has created a poetic atmosphere in him. He feels that the wind has passed to kiss the valley. The clouds could be seen clearly by the poet. They are far below him. At the same time, their bright lining shown him that they are near to him. The clouds are spread everywhere, and they are especially found on the woods. However, with a shock, the poet realized that the clouds were getting dim. They were like soldiers defeated in a battle.
Missed another delightful scene, also created a situation in which the readers are taken to a level of supreme delight. It also created a unique feeling in the heart of the poet. He had moved to the pinnacle and got scattered there in a majestic manner. The mountain tops were like a lances piercing the mist. The poet has focused his attention of the dark pine tree which had its fall. There exists a wide gap because of that. Thus, at the same time, a delightful situation has been created by the morning. There is a bright valley, and the poet is able to see the sun or the valley because of the silvery cascade. The fine morning is welcomed by many birds. The poet heard the singing of the village bell. It had also a charm which is quite peculiar. The sun could be seen shooting up behind the clouds. The poet advises us to listen to the music of nature. He says that it will reduce the tension, anxiety and worries of everyone. ഇങ്ങനെ നമുക്കതിൻ്റെ അപ്രീസിയേഷൻ എഴുതാം. ഇപ്പോൾ അതിൻ്റെ സമ്മറി അപ്രീസിയേഷൻ എഴുതാൻ പറഞ്ഞാൽ ഈ രീതി എഴുതിയാൽ മതി. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഷോർട്ടായിട്ട് നിങ്ങളുടേതായ രീതികളിലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇപ്പോൾ ഈ പോയം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. സൺറൈസ് ഓൺ ദ ഹിൽസ് ബൈ H.W Longfellow. വായിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.